പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം തന്നെ എന്ന വചന സന്ദേശം ഈ ഒരു പ്രഭാതത്തിൽ നമുക്ക് ദൈവം തരുമ്പോൾ നമുക്ക് ചിന്തയ്ക്ക് വേണ്ട ഭാഗം കൊടുത്തു വീട്ടാൻ പാടില്ലാത്ത വണ്ണം ആരോടും ഒന്നും വാങ്ങരുത്. വാങ്ങിയാൽ ചോദിക്കും മുമ്പേ കൊടുത്തു വീട്ടണം. കർത്താവ് നമ്മോട് പറയുക, സ്നേഹം നഷ്ടമാകുമ്പോഴാണ് നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സാഹചര്യം വരുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പൗലോസ് വിശദീകരിക്കുന്നു. ഗലാത്യ ലേഖനം 5:14, നീ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതുപോലെ കൂട്ടുകാരനെയും സ്നേഹിക്കണം. സ്നേഹത്തിന് ഭയത്തിൽ ഇടമില്ല. സ്നേഹം സകലതിനെയും ഒന്നിപ്പിക്കും. സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടോ? സ്നേഹിക്കാൻ ഒരു ജീവിതമുണ്ടോ? മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ഒന്ന് ഹൃദയം തുറന്ന് ചിരിക്കാൻ നമുക്ക് പറ്റുമോ? നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ മസിലൊക്കെ പിടിച്ചല്ലേ നമ്മൾ പോകുന്നത്. നമ്മുടെ അവരുടെ ഹൃദയത്തെ കണ്ടൊന്ന് ചിരിക്കാൻ പറ്റുമോ? ഹൃദയത്തെ കണ്ട്. പൗലോസ് പറഞ്ഞൊരു വാക്ക് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നതാണ്. മനുഷ്യനെ നിങ്ങൾ ജഡപ്രകാരം അറിയരുത്, മനുഷ്യനെ നിങ്ങൾ ആത്മാവിൽ അറിയണം. നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ കിള്ളിച്ചകഞ്ഞ് അവരോട് ഒന്നും ചോദിക്കേണ്ട, അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ ദൈവം നിന്നോട് പറഞ്ഞു തരുന്ന ദൈവമാണ് നിന്റെ ദൈവം എന്ന് എനിക്ക് ഭയങ്കര തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് എന്നോട് കർത്താവ് പറഞ്ഞേ, ആരെയും ജഡപ്രകാരം അറിയണ്ട. എങ്ങനെ അറിയണം? ആത്മാവിൽ. കാരണം സ്നേഹിക്കുന്ന ഒരുവന്റെ അകത്ത് സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാൻ നീ പഠിക്കണം എന്ന് എന്നോട് കർത്താവ് പറയാ. നീ പഠിക്കണം. എന്നോട് പഠിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ ശാന്തശീലനും വിനീതകൃതനുമാകിയാൽ നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടു പഠിക്കാൻ പറഞ്ഞവനല്ലേ യേശു. ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിന്റെ പ്രവൃത്തിയും ജീവന്റെ വഴിയിലേക്കുള്ള നടത്തിപ്പാണെന്ന യേശു കർത്താവ് പറഞ്ഞത്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ആദ്യം ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം. സമാധാനപുത്രൻ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ, അവർക്ക് സ്വീകരിക്കാൻ തക്കവണ്ണം ഒരുക്കമുണ്ടെങ്കിൽ അവരുടെ ഭവനത്തിലേക്ക് സമാധാനം ഇറങ്ങി വരും. ഇല്ലെങ്കിലോ നീ പോരുമ്പോൾ തന്നെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞോ, സമാധാനം നിന്റെ കൂടെ മടങ്ങി വന്നേക്കും. ഇതാ കർത്താവ് നമ്മോട് പറയുന്ന ഏറ്റവും വലിയ ദൂത്. സ്നേഹിക്കുമ്പോൾ മുഖപക്ഷം കാണിക്കരുത്. 1, സ്നേഹം ദൈവിക കൽപ്പനയാണ്. 2, നാം രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് സ്നേഹം. 3, സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു. 4, ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മത്വം നമുക്ക് കർത്താവ് തന്നിരിക്കുന്നു. ഈ കൂട്ടായ്മയിലാണോ ഞാൻ വസിക്കുന്നത്? എൻ്റെ സഹോദരനെ സ്നേഹപൂർവം ഒരു കൈ കൊടുക്കാൻ, സ്നേഹപൂർവം ഒന്ന് നന്ദി പറയുവാൻ, സ്നേഹപൂർവം ഒന്ന് വിളിക്കാൻ നമുക്ക് കഴിയണം. ചില മനുഷ്യർ എന്നോട് പറയുന്നു, ഞാൻ കൈ കൊടുത്തിട്ട് എനിക്ക് കൈ തരാത്തവർക്ക് ഞാൻ ഇനി കൈ കൊടുക്കുകയില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല, തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിച്ചില്ലെങ്കിൽ മേല ഞാൻ അവരെ ഫോൺ വിളിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മളോട് ഫോൺ വിളിക്കണം, അല്ലെങ്കിൽ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിക്കണം. നിങ്ങൾ വിളിക്കുന്നത് കാണാത്തത് കൊണ്ടാണ് ഞാൻ വിളിച്ചത്. ചിലപ്പോൾ മറന്നുപോയിരിക്കും, ചിലപ്പം തിരക്കുള്ള ആളുകളായിരിക്കും, ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ അങ്ങോട്ട് വിളിക്കണം. നമുക്ക് വേറെ എല്ലാവരെയും വിളിക്കാൻ സമയമുണ്ട്.
പ്രാർത്ഥിക്കുന്നവരെ വിളിക്കാൻ ചിലപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിലോ വിളിക്കുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ വിളിക്കാൻ മറക്കരുത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തെ വിളിക്കാൻ മറക്കരുത് എന്ന് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ എഴുതിയ പോലെ നമ്മൾ ആരും മറന്നു പോകരുതേ. ദൈവത്തെ വിളിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ കൊടുത്തു വീട്ടാൻ പാടില്ലാത്തവണ്ണം ആരോടും ഒന്നും വാങ്ങരുത്. വാങ്ങിയാൽ ചോദിക്കും മുമ്പേ കൊടുത്തു വീട്ടണം. കർത്താവ് തന്നൊരു കൃപയാണെങ്കിൽ അത് ദാനമായി തന്നെങ്കിൽ ദാനമായി കൊടുത്തോണം. ഒരു ധനാറ കിട്ടിയെങ്കിൽ അത് ഫലം ചൂടണം. 2 കിട്ടിയെങ്കിലും അത് ഇരട്ടിയാക്കണം, ഫലം ചൂടണം. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ, നിന്റെ വചനത്തിന്റെ പൊരുളുകളെ ചുരുളുകളായി തന്നാട്ടെ. നിന്റെ അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് ഞാനൊന്ന് നിറയട്ടെ. ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി എന്നെ വിളിച്ച് വേർതിരിച്ചവനാണ്. നിന്റെ മഹത്വം എൻ്റെ കൂടെ, എൻ്റെ ഭവനത്തിൽ കുഞ്ഞുങ്ങളുടെ കൂടെ കർത്താവ് ഇറങ്ങി വരണം. നിന്റെ സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കണം, സ്നേഹം കൊണ്ട് എന്നെ പൊതിയണം. കർത്താവ് എന്നെ ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.